ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ക്യാരറ്റ് ക്യാബേജ് തോരനാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ 2 കപ്പോളം ക്യാബേജ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കപ്പ് പറഞ്ഞാൽ ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാം ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പം ഇനി അതിന് വറവിടാനുള്ള കടുകും വറ്റൽമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് അരപ്പ് തേങ്ങ ഇടണം. അപ്പോൾ അതിന് കുറച്ച് തേങ്ങയും കാന്താരിമുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വറവിടാം കേട്ടോ. അപ്പോൾ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ ഒരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഈ എണ്ണയിലോട്ട് തന്നെ ഇടണം കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ക്യാരറ്റും ക്യാബേജും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയൊന്നും ഞാനിതിൽ ചേർക്കുന്നില്ല. അപ്പോൾ ക്യാബേജും ക്യാരറ്റും മാത്രമേ ഉള്ളൂ കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ചോപ്പറിൽ ചോപ്പ് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നല്ല പൊടിയായിട്ട് വരും കേട്ടോ. പിന്നെ അപ്പോൾ അതിലുള്ള വെള്ളവും ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളം ഇതിൽ ക്യാരറ്റിലും ക്യാബേജിലുള്ള വെള്ളവും പിന്നെ നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ ആവി ഇറങ്ങുന്ന വെള്ളവും മാത്രം മതി കേട്ടോ അത് വേവാനായിട്ട്. അപ്പോൾ നല്ലൊന്ന് ഇളക്കി അമർത്തി വെച്ചതിന് ശേഷം നമുക്ക് നല്ലൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് അതിലേക്ക് ഇടാനുള്ള തേങ്ങയും കാന്താരിമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ കാന്താരിമുളകും തേങ്ങയും കൂടി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളമില്ലാത്ത കാരണം വേഗം അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരനൊക്കെ ഒന്ന് നല്ലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ ഉള്ളതൊക്കെ ഒരു സ്പൂൺ വെള്ളം എന്തെങ്കിലും ഒഴിച്ചിട്ട് ബാക്കിയുള്ള അരപ്പും കൂടി ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ആവി കയറ്റാൻ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് കണ്ടൊക്കെ ഒന്ന് സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ടൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ നമുക്ക് പിന്നെ ഒരു വീഡിയോ ഇടാനൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി തോരനോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്യാരറ്റും ക്യാബേജും ഒക്കെ എടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇങ്ങനൊരു തോരൻ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട കേട്ടോ. ഇത് മാത്രം മതി. അപ്പോൾ നമുക്ക് ചോറ് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ക്യാബേജും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇന്നത്രയുള്ള വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.